ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. ഹലോ. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് റെഡി ആയിട്ടിരിക്കല്ലേ? യെസ്. അപ്പൊ വേഗം തന്നെ ഒരു ബുക്കും പെന്നും എല്ലാം എടുത്ത് റെഡി ആയിട്ട് തന്നെ ഇരിക്കാം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ് അല്ലെ, നമ്മുടെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാലൻസ് കുറച്ച് മോർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഓക്കെ, വേറൊന്നും അല്ല, നമ്മുടെ 5ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ പാഠമായ പാർട്ട് നമ്പേഴ്സിലെ കുറച്ച് മോർ ക്വസ്റ്റ്യൻസ്, അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത അഥവാ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കും അല്ലെ മോർ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. എല്ലാം പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? റെഡി? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് നേരെ തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നല്ല കളർഫുൾ ആയിട്ടല്ലേ കുറച്ച് പടങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ചുവടെയുള്ള ഓരോ ചതുരത്തെയും തുല്യ വലിപ്പമുള്ള സമചതുരങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. ഓക്കെ, ഇത് കണ്ടു കഴിയുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ ചതുരം പോലെ ഉണ്ട് കേട്ടോ. ഇത് എന്താണ്? ആക്ച്വലി ഒരു സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, അതൊരു ചതുരമായിട്ട് കാണുക. ആൻഡ് ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ എഴുതുക. അതായത് ഷെയ്ഡ് ചെയ്ത ഫ്രാക്ഷൻ ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലെ? മിസ് ഇപ്പൊ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയേക്കാം ഷെയ്ഡ് ചെയ്ത ഭാഗം എത്ര എണ്ണമുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേക്കാം 1 2 3 4 5 അല്ലെ, 5 ഭാഗങ്ങളാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ 5 ഡിവൈഡഡ് ബൈ ആകെ എത്ര ഭാഗങ്ങളായി ഇവനെ ഭാഗിച്ചിട്ടുണ്ട് എന്ന് നോക്കണം. അപ്പോ ആകെ എത്ര ഭാഗങ്ങൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 ഭാഗങ്ങളായി തുല്യമായി ഭാഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ 5 ഡിവൈഡഡ് ബൈ എന്ത് വരോടാ? 10 വരും. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ? 5 ഡിവൈഡഡ് ബൈ 10 ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഫ്രാക്ഷൻ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഷെയ്ഡ് ചെയ്ത ഭാഗം, ഷെയ്ഡ് ചെയ്ത എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 5 പേരുണ്ട്. ഡിവൈഡഡ് ബൈ ആകെയുള്ള ഭാഗങ്ങൾ എഴുതുക. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി 5/10 നമ്മൾ സിംപ്ലിഫൈ ചെയ്താലേ ചെറിയ രൂപത്തിലേക്ക് മാറ്റാനും പഠിച്ചിട്ടുണ്ട്. അതുകൂടി മിസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയേക്കാം. 5 ഡിവൈഡഡ് ബൈ 10 കാണുമ്പോൾ തന്നെ അറിയാലേ, 5 എന്ന് പറയുന്നതും 10 എന്ന് പറയുന്നതും ആരുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്? 5ന്റെ ടേബിളിലുണ്ട് അല്ലെ? 5 എന്ന് പറഞ്ഞാൽ 1 × 5 ആണ്. 10 എന്ന് പറഞ്ഞാൽ 2 × 5. മേളിലും താഴെയും ആര് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്? 5 കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് 5നെ വേണ്ടല്ലോ. 5നെ അങ്ങ് വെട്ടിക്കളഞ്ഞു. ബാക്കി 1/2. അപ്പൊ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉത്തരം ശരി തന്നെയാണ്. അതായത് 5/10 ചെറുതാക്കി എഴുതി. ഓക്കെ അല്ലേ? അതിവിടെ ചെറുതാക്കാൻ ചോദിച്ചിട്ടില്ല മിസ്, എന്നാലൊന്ന് പറഞ്ഞു പോയതാണ്. സെറ്റാണ്. ഇനി അടുത്തൊരു ഫിഗർ കൂടിയുണ്ട് അല്ലെ? അവന്റെ കൂടി ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഫ്രാക്ഷൻ ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, അപ്പോ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഷെയ്ഡ് ചെയ്ത എത്ര കോളംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ? 1 2 3 4 5. എത്ര ഭാഗങ്ങളുണ്ട്? 5 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ 5 ഡിവൈഡഡ് ബൈ ബാക്കി ടോട്ടൽ എത്ര ഭാഗങ്ങൾ ഉണ്ടെന്ന് നോക്കണം. ഷെയ്ഡ് ചെയ്തത് 5 എണ്ണം ഉണ്ട് അല്ലെ? ബാക്കി എണ്ണാലോ? 5 കഴിഞ്ഞാൽ 6 7 8 9 10 11 12 13 14. ഓക്കെ അല്ലേ? അതായത് 5/14 എന്ന് വരും. അപ്പൊ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇതുപോലെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ മാർക്ക് കളയരുത്. അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ എഴുതണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? റെഡി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യന്റെ ബാക്കിയാട്ടോ. സബ് ക്വസ്റ്റ്യൻ സി. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ചതുരത്തിന്റെ പകുതി ഭാഗം ഷെയ്ഡ് ചെയ്തത് ഏത് ചിത്രത്തിലാണ്? അതായത് ഒരു സ്ക്വയർ അല്ലെ, ചതുരം, അതായത് ഒരു റെക്റ്റാങ്കിളിന്റെ പകുതി ഭാഗം അല്ലെ, അതായത് ഹാഫ്, പകുതി ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ആരുടെയാണ്? പകുതി എന്ന് പറഞ്ഞാൽ അല്ലെ 1/2 അല്ലേ? അര അല്ലെ? ഹാഫ്, അര, 1/2. അപ്പോ അര അഥവാ ഹാഫ് 1/2 എല്ലാ കാര്യങ്ങളും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ 1/2 വന്നിരിക്കുന്നത് ആദ്യത്തെ പിക്ചറിലാണോ രണ്ടാമത്തെ ഫിഗറിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അല്ലെ മിസ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. 5/10 ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ വരും? 1/2. അതായത് 10
10 പേരിൽ 5 പേരെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു, അതായത് പകുതിയോളം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. അത് ഒന്നാമത്തെ ഫിഗർ അല്ലേ? അതല്ലേ ചോദിച്ചിരിക്കുന്ന ചോദ്യം. പെട്ടെന്ന് കഴിഞ്ഞു. സെറ്റ് അല്ലേ? പക്ഷേ ബി ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കേ. അവിടെ ആകെ ഭാഗങ്ങൾ 14 പേരുണ്ട്. പകുതി ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ? 14ന്റെ പകുതി എത്രയാണ്? 7 കോളംസ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു ഫിഗർ അല്ല അല്ലേ? അപ്പോ ഫസ്റ്റ് ഫിഗർ ആണ് ഉത്തരം വരുന്നത്. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം. എന്താണ്? ഫസ്റ്റ് ഫിഗറിൽ 10 ആയിട്ട് ഭാഗിച്ചു, അതിൽ പകുതിയോളം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതായത് 10ന്റെ പകുതി 5. അതല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? 5/10. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഇതിന്റെ ഉത്തരം എന്താണ്? എ എന്ന് പറയുന്ന ഫിഗർ അല്ലെ, ആദ്യത്തെ ഫിഗർ ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. സെറ്റ് അല്ലേ? ക്ലിയർ. ഇനിയും തീർന്നിട്ടില്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയേക്കാം. ഓപ്ഷൻ അല്ല, സബ് ക്വസ്റ്റ്യൻ ഡി. ഒരു ചതുരം വരച്ച് 3/7 ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ? ഷെയ്ഡൊക്കെ ചെയ്ത് പടമൊക്കെ വരക്കാനായിട്ട്. ഓക്കെ, അപ്പൊ മിസ് റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് പടം വരച്ച് തുടങ്ങാൻ പോകുന്നു. യെസ്, ഒരു ചതുരം വരച്ചിട്ട് ആദ്യം ടോട്ടൽ എത്ര ഭാഗങ്ങളായിട്ട് ഭാഗിക്കണം? 7 ഭാഗങ്ങളാക്കണം അല്ലെ? ഒരു ചതുരം വരക്കുക. അതായത് നമുക്ക് 1 സെന്റിമീറ്റർ വീതിയും 7 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു ചതുരം വരച്ചാൽ പോരെ? 7 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരച്ചു. ഓക്കെ, ഇനി ഇവനെ 7 ഭാഗമായിട്ട് ഭാഗിക്കണം. ഭയങ്കര സിമ്പിൾ അല്ലേ? 7 സെന്റിമീറ്റർ ഉണ്ട്, 1 സെന്റിമീറ്റർ വെച്ച് ഭാഗിച്ചാൽ പോരെ? ഓക്കെ ആണോ? 7 ആയോ എന്ന് മിസ് ഒന്ന് നോക്കി വെക്കട്ടെ. 1 2 3 4 5 6 7. യെസ്. അപ്പോൾ ഞാൻ നോക്കാം. 7 സെന്റിമീറ്റർ നീളം വരച്ചിട്ട് അവനെ 1 സെന്റിമീറ്റർ ആയിട്ട് ഭാഗിക്കണം. സ്കെയിൽ വെച്ച് അളന്ന് 1 സെന്റിമീറ്റർ ആയിട്ട് ഭാഗിക്കുക. എന്നിട്ട് നേരെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ 7 ഈക്വൽ പാർട്സ് ആയി, 7 തുല്യ ഭാഗങ്ങളായി. ഓക്കെ ആണോ? അപ്പൊ ഡിനോമിനേറ്ററിൽ താഴെ വരുന്നതാണ് ആകെ ഭാഗം അല്ലെ? ആകെ എത്ര പാർട്സ് ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്, അതാണ് ഡിനോമിനേറ്ററിൽ താഴെ വരുന്നത്. അത് 7 ആണ്. അപ്പൊ 7 സെന്റിമീറ്റർ വരച്ചിട്ട് ഓരോ സെന്റിമീറ്റർ വെച്ച് ഭാഗിച്ചാൽ മതി. ഓക്കെ, ആൻഡ് അതില് എത്ര ഭാഗം ഷെയ്ഡ് ചെയ്യണം? മേളിൽ തന്നിരിക്കുന്നത് 3 ആണ്. സോ 3 ഭാഗം ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 7 കോളംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളംസ് ഷെയ്ഡ് ചെയ്യാം. 1 2 3 4 5 6 7 കേട്ടോ, 7 കോളംസ് ഉണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുക്കാൻ പോകുന്നു. റെഡ് കളർ എടുക്കുന്നു. ഓക്കെ, റെഡ് കളർ വെച്ചിട്ട് ഞാൻ 3 ഭാഗം, 7ൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്യുന്നു. അതല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 3/7. ഞാനപ്പോൾ ഇടവിട്ട് ചെയ്യാൻ പോകട്ടെ. 1 2 3. എനിക്ക് ഇഷ്ടമുള്ള 3 ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, നല്ല കളർഫുൾ ആയിട്ടില്ലേ? അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് വരക്കുന്ന ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് നന്നായിട്ട് തന്നെ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായല്ലോ. അപ്പോ ഇവന്റെ ഉത്തരം എന്താ വരുന്നത്? 3 ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. 3 ഡിവൈഡഡ് ബൈ ആകെ എത്ര ഭാഗങ്ങളായി ഭാഗിച്ചു? 7. ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ 3/7 നമ്മൾ ചെയ്തിട്ടുണ്ട്. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കാട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഡ്രോ എ റെക്ടാങ്കിൾ. ഇതും ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഒരു റെക്ടാങ്കിൾ വരച്ചിട്ട് 2/5 ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, സെയിം ഇപ്പോ ചെയ്ത സെയിം മെത്തേഡ് അല്ലെ? 2/5, അതായത് 2 എന്ന് പറയുന്ന മേളിലുള്ള സംഖ്യ നോക്കുക, 2 ഭാഗം എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. താഴെയുള്ളത് എന്താണ് തരുന്നത്? ആകെ ഭാഗങ്ങളുടെ എണ്ണം അല്ലെ? ആകെ എത്ര ഭാഗങ്ങളായി അവനെ തിരിക്കണം? 5 ഭാഗങ്ങളായി. ഇത് 5 അല്ലല്ലേ? 5 ഭാഗങ്ങളായി ഇവനെ തിരിക്കണം. 5ൽ 2 പേരെ എന്ത് ചെയ്യാ? ഷെയ്ഡ് ചെയ്യാ. സിമ്പിൾ അല്ലേടാ? നമുക്ക് നേരെ തന്നെ വരച്ചു പോകാലോ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ തന്നെ ചെയ്യുവാണേ. സബ് ക്വസ്റ്റ്യൻ 7 ഉത്തരം 5 സെന്റിമീറ്റർ നീളം വരുന്ന ഒരു ചതുരം വരക്കുക. ഓക്കെ, സ്കെയിലും പെൻസിലൊക്കെ എടുത്തിട്ട് 5 സെന്റിമീറ്റർ നീളമുള്ള ചതുരം വരക്കുക. ഇവൻ 1 സെന്റിമീറ്റർ തന്നെ എടുക്കുക. ഓക്കെ, ഞാനിപ്പോ 1 സെന്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഇവനെ ടോട്ടൽ എത്ര ഭാഗമായിട്ട് ഭാഗിക്കണം? 5 ഭാഗം. അതായത് ഞാൻ ഇവിടെ 1 സെന്റിമീറ്റർ വെച്ചിട്ട് ഇവനെ ഭാഗിക്കുന്നു. നേരെ 1 2 3 4 5. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ
1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 5ആയിട്ട് ഭാഗിച്ചു. ഈ 5 പേരിൽ എത്ര പേരെ ഷെയ്ഡ് ചെയ്യണം? 2 കോളംസ് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, ഇവിടെയും ഞാൻ ഇഷ്ടമുള്ള ഞാനിപ്പോൾ ഏത് കളർ എടുക്കും? ഓക്കെ, വൈറ്റ് എടുത്തേക്കാം. ഓക്കെ, വൈറ്റ് കളർ കൊണ്ട് ഞാൻ 2 ഭാഗം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഷെയ്ഡ് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ തൽക്കാലം 2 അറ്റത്തും നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. 1 2 കണ്ടോ സെറ്റ് അല്ലേ? അപ്പൊ നോക്കി, ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ വന്നില്ലേ? 2 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആകെ 5 ഭാഗങ്ങളുണ്ട്. 2/5 എന്ന് വന്നു. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടോ വരക്കുന്ന ക്വസ്റ്റ്യൻസ്? അതെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ഏതാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അല്ലേ, വരക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് മിസ്സേ. അതെ, വരക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്, അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് 3/6 ആസ് ആൻ ഇക്വാലന്റ് ഫ്രാക്ഷൻ. എന്താണ് പറയുന്നത്? 3/6 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷന് ഈക്വൽ ആയിട്ട് വരുന്ന വേറെ ഫ്രാക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ഇത് പല രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ. 3/6 3/6 ഒന്നില്ലെങ്കിൽ ഇവനെ ചെറുതാക്കാം. 3ഉം 6ഉം രണ്ടുപേരും എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 3ന്റെ ഗുണനമല്ലേ? അതെ, 1 × 3 എന്ന് പറയുന്നത് 3 ആണ്. 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ എന്താ മേളിലും താഴെയും ആര് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്? 3. അവനങ്ങ് വെട്ടാം. ബാക്കി എത്ര വന്നു? 1/2. ഓക്കെ, ഇത് ലോവസ്റ്റ് ഫോം അല്ലെ? ഇനി 3/6ന്റെ വേറൊരു രൂപം, വേറൊരു ഫോം കണ്ടുപിടിക്കണമെങ്കിൽ 3/6നെ ഇഷ്ടമുള്ള ഒരു നമ്പർ, ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുക. ഗുണിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, താഴെ എന്താണോ ഗുണിക്കുന്നത് അത് തന്നെ മേളിലും ഗുണിക്കണം. ഫോർ എക്സാമ്പിൾ, മിസ് മേളിൽ ഇവിടെ × 2 ചെയ്തു, താഴെ × 3 ചെയ്യാൻ പാടില്ല. താഴെയും എന്ത് തന്നെ ചെയ്യണം? × 2 തന്നെ ചെയ്യണം. ക്ലിയർ ആയ? ഓക്കെ, മേളിൽ എന്ത് ചെയ്തു അത് തന്നെ താഴെയും ചെയ്യണം, താഴെ എന്ത് ചെയ്തു അത് തന്നെ ഇവിടെയും ചെയ്യണം, മേലെയും ചെയ്യണം. ഓക്കെ, യെസ്. അപ്പൊ 3 × 2 6, 6 × 2 12. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ. ഇതാ 3/6 നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യാം കേട്ടോ. ഇന്ന നമ്പർ എന്നൊന്നുമില്ല, ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യാം. എത്രയാ? 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. മേളിൽ എന്ത് ചെയ്താലും താഴെയും ചെയ്യണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 3 × 3 9, 6 × 3 18. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ ഏറ്റവും ചെറിയ നമ്പർ 2, 3 ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പല 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 ഫ്രാക്ഷൻസ് അല്ലെ പല പല ഇവൻ്റെ ഫോംസ് രൂപങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, സിംപ്ലിഫൈ 8/12. ഓക്കെ, 8/12നെ സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 8/12നെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറ്റണം. 8/12 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 8/12നെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറ്റാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നോക്കിയേക്കാം. 8/12 8/12. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചെറിയ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലേ? അപ്പോൾ 8 എന്ന് പറയുന്നതും 12 എന്ന് പറയുന്നതും ആരുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതാണ്? 4ന്റെ ടേബിളിൽ വരുന്നതാണ് അല്ലേ? 4 × 2 ആണ് 8. 4 × 2 ആണ് 8 ഡിവൈഡഡ് ബൈ 4ന്റെ ടേബിളിൽ എത്രയാണ് 12 വരുന്നത്? 4 × 3 ആണ് 12 വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നോക്കിയേ, മേലും താഴെയും ആരാ കോമൺ ആയിട്ടുള്ളത്? 4. അതങ്ങ് വെട്ടിക്കളഞ്ഞാൽ ബാക്കി 2/3 മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. കണ്ടോ? ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടിപൊളിയായിട്ട് എന്ത് പഠിക്കണം? ഗുണന പട്ടിക, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം. ഓക്കെ, ഒരു സംഖ്യ കണ്ടാൽ അവൻ ആരുടെ ടേബിളിൽ വരും എന്നറിയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് 9/8 ആസ് എ മിക്സഡ് നമ്പർ. ഓക്കെ, മിക്സഡ് നമ്പർ ആയിട്ട് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? സാധാരണ നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത് പോലെ തന്നെ അല്ലെ? 9നെ 8 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. ചെയ്തേക്കാം. 8 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, 8 9ൽ എത്ര വട്ടം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഒരു 8 8 2 8 16. 16 എടുക്കാൻ പറ്റില്ല അല്ലെ? 9നേക്കാൾ വലിയ സംഖ്യയായി പോകും. അപ്പോൾ 1 × 8 8 എന്ന് വന്നു. ഓക്കെ, ഇനി 9ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ എത്രയാണ്? 1. ഇനി എന്തിനു ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഉത്തരം എത്രയാണ്? 1
റിമൈൻഡർ 1 എത്രയാ 8. ഇതെല്ലാവരും കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് അല്ലേ? ഓക്കെ, മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റാനായിട്ടൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും കുഴപ്പമില്ലല്ലോ, സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ദാ ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, കുറച്ചധികം ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ റെക്ടാങ്കിൾ. ഓക്കെ, ഒരു റെക്ടാങ്കിൾ വരക്കുക, ചതുരം വരക്കുക. വന്നിരിക്കുന്നല്ലേ വീണ്ടും വരക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒരു റെക്ടാങ്കിൾ വരച്ചിട്ട്, ചതുരം വരച്ചിട്ട് ഡിവൈഡ് ഇൻറ്റു 6 ഈക്വൽ പാർട്സ്. ഓക്കെ, 6 തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുക. ആദ്യം നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, ടോട്ടൽ 6 ഭാഗങ്ങളാണെന്ന്. എന്നിട്ട് അതില് 2/6, അതായത് 2 ഭാഗം ഷെയ്ഡ് ചെയ്യുക. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്കതാ വരച്ചാലോ? വരക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ അധികം മിസ് ചെയ്യരുത് അല്ലേ? ഓക്കെ, അപ്പൊ ദാ 1 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയും വരുന്ന ഒരു ചതുരം, ഒരു റെക്ടാങ്കിൾ വരച്ചു. ഇനി അവനെ 6 ഭാഗിക്കണം. അതായത് 6 സെന്റിമീറ്ററിനെ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ആയിട്ട് ഭാഗിച്ചാൽ പോരെ? സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടത്തില്ലേ? ഓക്കെ, ഇനി അതിൽ എത്ര ഭാഗം എനിക്ക് ഷെയ്ഡ് ചെയ്യണം? 2 ഭാഗം ഷെയ്ഡ് ചെയ്യണം. ഇഷ്ടമുള്ള 2 ഭാഗം ഷെയ്ഡ് ചെയ്യാം. ഞാൻ എന്താ സെന്ററിലുള്ള 2 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്യുന്നു. അല്ലെല്ലാം നമുക്ക് വെറൈറ്റി പിടിച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ ഉത്തരം വന്നില്ലേ? 6 ഭാഗങ്ങളിൽ 2 ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. അതായത് 2/6. ഇതല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കിട്ടിയില്ലേ? എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നു ഈ ഒരു ചോദ്യം. ചോദ്യമല്ല, ആൻസർ. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റൈറ്റ് 2 ഫ്രാക്ഷൻസ് ഈക്വിവാലന്റ് ടു 4/8. 4/8 തുല്യമായിട്ട് വരുന്ന ഫ്രാക്ഷൻസ് അല്ലെ? എഴുതാം. നേരത്തെ നമ്മൾ ചെയ്തില്ലേ? എത്രയാ നേരത്തെ ചെയ്തത്? നേരത്തെ ചെയ്തത് 3/6 അല്ലെ? 3/6 തുല്യമായിട്ട് വരുന്ന ഫ്രാക്ഷൻസ് എഴുതി. അതുപോലെ 4/8 തുല്യമായി വരുന്ന ഫ്രാക്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ഫ്രാക്ഷൻസ് എഴുതണം, ഒരെണ്ണം ഞാൻ എഴുതാം, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ടൊന്ന് അറിയിക്കണം. ഓക്കെ, അപ്പോൾ 4/8 4/8 4/8 അല്ലെ? മിസ് പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം, എന്ത് ചെയ്യാം? ഗുണിക്കാം. പക്ഷേ മേളും താഴെയും ഒരേ നമ്പർ കൊണ്ട് തന്നെ വേണം ഗുണിക്കാനായിട്ട്. 4നെ ഞാൻ ഇൻറ്റു 2 ചെയ്യുന്നു. അപ്പോൾ താഴെയും എന്ത് ചെയ്യുന്നു? 8നെയും ഇൻറ്റു 2 ചെയ്യുന്നു. 4 × 2 8, 8 × 2 16. ഒരാളെ കിട്ടി. ഓക്കെ, വേറൊരാളെ കൂടി ഞാൻ തന്നേക്കാം. 4/8 ഇൻറ്റു 10 ചെയ്യുന്നു. അപ്പൊ മേളിലും ഇൻറ്റു 10 ചെയ്യുന്നു, അല്ലെങ്കിൽ മേളിൽ ചെയ്താൽ അത് തന്നെ താഴെ ചെയ്യണം. 4 × 10 40, 8 × 10 80. കണ്ടോ? പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് വന്നില്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരാൾ പെട്ടെന്ന് ആൻസർ വരാനായിട്ട് ആദ്യം 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, പിന്നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക അല്ലെ? 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഒരു 0 ഇട്ട് കൊടുത്താൽ പോരെ? ഓക്കെ, ഇതുപോലെ 4/8 വേറെ ഫ്രാക്ഷൻസ് എല്ലാം തുല്യമായിട്ട് വരുന്ന ഫ്രാക്ഷൻസ് എല്ലാം എന്ത് ചെയ്യണം? കമന്റ് ആയിട്ടൊന്ന് അറിയിക്കണം നിങ്ങൾ. ഓക്കെ, 4/8 നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് ഇൻറ്റു 3 ചെയ്യാം, അല്ലെങ്കിൽ 4/8 ഇൻറ്റു 4 ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ആൻസർ ഒന്ന് അറിയിക്കുക. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12/16 സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് അവനെ മാറ്റണം. 12/16 മാറ്റിയേക്കാം. ഞാൻ നോക്കിക്കേ, 12 and 16 ഈ 2 ആളുകളും 1, 2, 3, 4, 5 ആരുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2 ആളുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ആൻസർ ഇവിടെ കാണിച്ചല്ലേ? എത്രയാണ്? 4ന്റെ ടേബിളിൽ വരുന്നുണ്ട് അല്ലെ? 12 എന്ന് പറയുന്നത് 4 × 3 ആണ്. അതുപോലെ 16 എന്ന് പറയുന്നത് 4 × 4 ആണ് അല്ലെ? മേളിലും താഴെയും എന്ത് വരുന്നുണ്ട്? 4 വെട്ടിക്കളഞ്ഞു, ബാക്കി 3/4. ഇനി ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല, ഏറ്റവും ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 12/16 ചെറുതാക്കിയത് മനസ്സിലായോ? ആ ചെറുതാക്കാൻ തന്നിരിക്കുന്ന 2 പേര് അല്ലെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അംശവും ഛേദവും നോക്കിയിട്ട് 2 പേരും ഒരു നമ്പറിന്റെ ടേബിളിൽ വരും. ഓക്കെ, അതെത്രയാണെന്ന് ഇതുപോലെ ഒന്ന് എഴുതിയിട്ട് വേണം വെട്ടിക്കളയാനൊക്കെ ആയിട്ട്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? ചെയ്യാൻ പറ്റുന്നില്ലേ? മിസ് ഇവിടെ ക്വസ്റ്റ്യൻസ് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നോട്ടോ ആൻസേഴ്സ് എല്ലാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഓക്കെ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാ?
1/2/3. ഓക്കെ, 1/2/3 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എഴുതണം. ഓക്കെ, നേരെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റി, നേരെ തിരിച്ച് ഫ്രാക്ഷനിലോട്ട് അല്ലേ. അപ്പൊ നമുക്ക് നോക്കിയേക്കാം. 1 എത്രയായിരുന്നു? 1/2/3. 1/2/3 എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. 1 × 3 + 2. അതായത് ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് ഇവരെ തമ്മിൽ പ്ലസ് ചെയ്യണം. ഭയങ്കര സിമ്പിൾ, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ പരിപാടി. അതായത് 1 × 3 അല്ലെങ്കിൽ 3 × 1 എന്നിട്ട് +2 ചെയ്യണം. പ്ലസ് ന്യൂമറേറ്ററിൽ കിടക്കുന്ന സംഖ്യ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണ്? 3 ആണുള്ളത്. 1 × 3 3 +2 അതുപോലെ തന്നെ എഴുതി. എത്ര വന്നു? 5/3 എന്ന് വന്നു. 6 പോലെ ആയല്ലേ. ഓക്കെ, 5/3 എന്ന് വന്നു. പെട്ടെന്ന് കഴിഞ്ഞു. കണ്ടോ? സെറ്റാണോ? ഇനി വേറൊരെണ്ണം ചെയ്ത് കാണിച്ചു തരണോ? ഓക്കെ, അപ്പോൾ വേറെ ഒന്നുകൂടി ചെയ്യാം. 2/1/3 ആണെന്ന് കരുതുക. ഓക്കെ, ഇവനെ നമുക്ക് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അപ്പോൾ അതാ നോക്കാം. 2/1/3. 2/1/3 എന്ന് പറയുന്നത് 2 × 3 എഴുതാൻ പോകുന്നു. 2 × 3 അല്ലെങ്കിൽ 3 × 2. ഇനി +1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരാ കിടക്കുന്നത്? 3 ആണ് കിടക്കുന്നത്. 3 2 × 3 6 +1. ഓക്കെ, അതായത് 7/3 എന്ന് വരും. ആദ്യം ഇൻറ്റു ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പ്ലസ് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റി നമ്മൾ. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതും ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ അയ്യോ മിസ് ചെയ്ത് ചെയ്യല്ലേ, എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വേഗം തന്നെ സ്പീഡിൽ അങ്ങ് ചെയ്യാം, മിസ് ചെയ്യണതിന് മുൻപ്. ഓക്കെ, അപ്പോൾ എത്ര പേര് അത്രയും സ്പീഡിൽ ചെയ്തു അല്ലെ? മിസ്സിനേക്കാളും വേഗത്തിൽ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിലോ ഒന്ന് കമന്റ് ആയിട്ടൊന്ന് പറയാട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി മിസ് തന്നിട്ടുണ്ട്, അത് മറക്കരുത്. അത് ചെയ്തിട്ട് വേഗം തന്നെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒരു ചോക്ലേറ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതെ, എനിക്ക് ചോക്ലേറ്റ് എന്ന് കേട്ടപ്പോൾ ഒന്ന് ചോക്ലേറ്റ് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് എന്തായാലും വാങ്ങിച്ചേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എന്താ? ഡയറി മിൽക്ക് ആണോ? മിൽക്കി ബാർ ആണോ? കിറ്റ്കാറ്റ് ആണോ? സ്നിക്കേഴ്സ് ആണോ? കിൻഡർ ജോയ് ആണോ? അല്ലേ, എന്തോരം ചോക്ലേറ്റ്സാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ചോക്ലേറ്റ് ഒന്ന് കമന്റ് ആയിട്ടൊന്ന് പറയാമോ? ഓക്കെ, മിസ്സിനെ പറഞ്ഞേക്കാം. ഓഫ് കോഴ്സ് ഡയറി മിൽക്ക് ആണ് മിസ്സിന് ഇഷ്ടം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട മിഠായി അല്ലേ? സ്വീറ്റ് എന്ന് പറയുന്നത് ഒന്ന് കമന്റ് ആയിട്ടൊന്ന് അറിയിക്കാട്ടോ. എത്ര പേർക്ക് എത്രത്തോളം ഡയറി മിൽക്ക് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാ? പറയാ, കമന്റ് ആയിട്ടൊന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ ചോക്ലേറ്റിന്റെ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. A chocolate bar is divided into 12 equal parts. If 9 parts are eaten, what fraction is left? ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഒരു ചോക്ലേറ്റ് ബാർ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഡയറി മിൽക്ക് കണ്ടിട്ടില്ലേ? കുറച്ച് പീസ് ഒക്കെ ആയിട്ട്, അത് തന്നെ. ഓക്കെ, അത് 12 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതെ, നമ്മൾക്കറിയാം. ഇത് മിസ് കൂടുതൽ അധികം എക്സാമ്പിൾ ഒന്നും പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം വേറെ ഒന്നല്ല, ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡയറി മിൽക്ക് ഒക്കെ ഇത്ര പാർട്സ് അല്ലെ, തുല്യ കുഞ്ഞു സ്ക്വയേഴ്സ് ആയിട്ട് ഭാഗിച്ചതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 12 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. അതിൽ 9 ഭാഗം കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ഭാഗം ബാക്കിയുണ്ട്? അവൻ്റെ ഫ്രാക്ഷൻ എഴുതുക. അതായത് ആകെ 12 ഭാഗം ഉണ്ടായിരുന്നു. അതിൽ 9 ഭാഗം കഴിച്ചു. അപ്പോൾ 9 ഭാഗം കഴിച്ചാൽ ഇനി ബാക്കി എത്ര ഭാഗമുണ്ട്? 3 ഭാഗമുണ്ട്. ഇവന്റെ ഫ്രാക്ഷൻ എഴുതുക, ബാക്കിയുള്ളതിന്റെ ഫ്രാക്ഷൻ എഴുതുക. ബാക്കി എത്ര ഭാഗമാണുള്ളത്? 3 ഭാഗം ഡിവൈഡഡ് ബൈ ആകെയുള്ള ഭാഗം. ആകെ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 12 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. സോ നമുക്ക് 3/12 എന്ന് പെട്ടെന്ന് ഉത്തരം വന്നു. ഇവനെ ചെറുതാക്കാട്ടോ, ഞാൻ ചെറുതാക്കാൻ നിൽക്കുന്നില്ല. തൽക്കാലം 3/12 തന്നെ എഴുതാം. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ഓക്കെ, ഇവിടെ ചെറുതാക്കേണ്ട ആവശ്യമില്ല അല്ലേ? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. സോ 3/12 ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അപ്പോൾ പെട്ടെന്നല്ലേ ചോക്ലേറ്റിന്റെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കൺവേർട്ട് 15/8 ഇൻറ്റു എ മിക്സഡ് നമ്പർ. മിക്സഡ് നമ്പർ ആയിട്ട് എന്ത് ചെയ്യുക? 15/8 മാറ്റുക.
അതായത് നമ്മൾ നേരത്തെ 9 ഡിവൈഡഡ് ബൈ 8 ചെയ്തില്ലേ, സെയിം മെത്തേഡ് അല്ലേ, 15നെ 8 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്കത് കൂടി ഒന്ന് ചെയ്തേക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. 8 ഡിവൈഡഡ് ബൈ 15 നമുക്ക് നോക്കാം. 1 8 8 2 8 16. 16 പറ്റുമോ? ഇല്ല, 15 വരെ നമുക്ക് പറ്റത്തുള്ളൂ. ആദ്യത്തെ ഒന്ന് നമുക്ക് ഓഫ് കോഴ്സ് പറ്റത്തില്ല, കാരണം അത് 8നേക്കാൾ ചെറുതാണ്, അതുകൊണ്ടാണ് 15 എടുത്തത്. അപ്പോൾ 1 8 8. ഓക്കെ, ഇനി 15ൽ നിന്നും 8 മൈനസ് ചെയ്താൽ 7. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം 1 7 ബൈ 8. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ ഒരു ഫ്രാക്ഷനെ അല്ലെ, ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷനിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിലെ 15/8 എന്ന് തന്നെ വരൂ കേട്ടോ. വേണമെങ്കിൽ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ചോദിച്ചിട്ടില്ല, ഞാൻ മിസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്നുമില്ലടാ, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരണവും അറിഞ്ഞു കഴിഞ്ഞാൽ മാത്സ് ഭയങ്കര സിമ്പിൾ ആണല്ലേ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതാ വരക്കുന്ന ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഡ്രോ എ സ്ക്വയർ. ഒരു ചതുരല്ല, സമചതുരം വരയ്ക്കുക. സ്ക്വയർ ആണല്ലേ, നമ്മൾ ഇത്ര നേരം റെക്ടാങ്കിൾ ആയിരുന്നല്ലേ വരച്ചത്, ഇപ്പൊ സ്ക്വയർ വരയ്ക്കുക, ചതുരം വരയ്ക്കുക. എന്നിട്ട് അവനെ 4ആയിട്ട് ഭാഗിച്ചിട്ട് 3 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അതാണ് ഷെയ്ഡഡ് 3/4 എന്ന് പറയുന്നത്. ഓക്കെ, ഷെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഒരു സ്ക്വയർ വരക്കണം അല്ലെ, സ്ക്വയർ വരച്ചേക്കാം. സ്ക്വയർ വരയ്ക്കുക, ഇഷ്ടമുള്ള സെന്റിമീറ്റർ എടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഒരു 2 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡും 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, മിസ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. 2 4 6 എത്ര വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, 2 സെന്റിമീറ്റർ. ഇവനെ 3/4 ഭാഗം ഷെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആകെ എത്ര ഭാഗങ്ങളാക്കണം? 4 ഭാഗങ്ങളാക്കി ഇവനെ മുറിക്കണം. സിമ്പിൾ അല്ലേ? 1 സെന്റിമീറ്റർ വെച്ചിട്ട് തുല്യമായിട്ട് ഇങ്ങനെ ഭാഗിക്കാം. കഴിഞ്ഞു. 1 2 3 4 4 ഭാഗങ്ങളായി ഭാഗിച്ചു. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്യണം? 3 ഭാഗം. എന്ത് രസമാണല്ലേ ഷെയ്ഡ് ചെയ്യാൻ. ഇനി എന്ത് കളർ എടുക്കണം? ഒരു ഡാർക്ക് ഗ്രീൻ എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ 3 ഭാഗം ഷെയ്ഡ് ചെയ്യാൻ പോകുന്നു. നമ്പർ ഇട്ടതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യാം അല്ലേ. 1 കാണാൻ പറ്റുന്നുണ്ടോ? ഇത് വലിയ സുഖമില്ല, നമുക്കൊരു യെല്ലോ എടുത്തേക്കാം. 1 2 3. 3/4 സെറ്റല്ലേ? കഴിഞ്ഞു അല്ലേ. വരക്കുന്ന ക്വസ്റ്റ്യൻസ് ഇനി മിസ്സിന്റെ ഹെൽപ്പേ വേണ്ട, അല്ലേ, അതേ ഹെൽപ്പ് വേണ്ടാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞു. എത്ര പെട്ടെന്നാ കഴിയാൻ നോക്കിക്കേ അല്ലേ. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ വരക്കുന്ന ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്നുണ്ട്, മാർക്ക് കളയരുത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് പറയുന്നത്? എ കേക്ക് ഈസ് കട്ട് ഇൻടു 16 ഈക്വൽ സ്ലൈസ്. അതായത് ഒരു കേക്ക് ഉണ്ടായിരുന്നു, ആ കേക്കിനെ 16 സ്ലൈസ്, അതായത് 16 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. ഇനി 10 ഭാഗം കഴിച്ചു. 16 എണ്ണത്തിൽ 10 ഭാഗം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. റൈറ്റ് ദി ഫ്രാക്ഷൻ റിട്ടേൺ ആൻഡ് സിംപ്ലിഫൈ ഇറ്റ്. ഇവിടെ സിംപ്ലിഫൈ കൂടി ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് കഴിഞ്ഞ് ഇനി കേക്ക് വന്നിട്ടുണ്ട്. വിശക്കുന്നുണ്ടോ മക്കളെ? ഓക്കെ, അപ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു നമ്മുടെ ക്ലാസ് ഇപ്പോൾ കഴിയും. ക്വസ്റ്റ്യൻസ് കൂടി കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മോർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കഴിയും കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കേക്ക് 16 ഈക്വൽ പാർട്സ് ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കേക്കിനെ 16 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. അതിൽ 10 ഭാഗം കഴിച്ചു. 16 എണ്ണത്തിൽ 10 എണ്ണം കഴിച്ചാൽ ബാക്കി എത്ര ഭാഗമുണ്ട്? 6 എണ്ണം ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദി ഫ്രാക്ഷൻ. ഓക്കെ, നമ്മൾ ഭക്ഷണം കേക്ക് എത്ര ഭാഗം കഴിച്ചു, അവൻ്റെ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 16 പീസിൽ എത്ര ഭാഗം കഴിച്ചു? 10 ഭാഗം കഴിച്ചിട്ടുണ്ട്. ഫ്രാക്ഷൻ സിമ്പിളായിട്ട് എന്ത് ചെയ്താം? 10/16 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. നമ്മുടെ കയ്യിൽ ഒരു കേക്ക് ഉണ്ടായിരുന്നു. കേക്ക് 16 ഭാഗങ്ങളായി ഭാഗിച്ചു. 16 ഭാഗങ്ങളിൽ 10 ഭാഗം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം 10/16 എല്ലാവർക്കും കിട്ടിക്കാണും. ഇനി ഇവനെ ചെറുതാക്കണം, സിംപ്ലിഫൈ ചെയ്യണം, ചെറിയ രൂപത്തിലേക്ക് മാറ്റണം. ഓക്കെ, മാറ്റിയേക്കാം. അതിന് നമ്മൾ എക്സ്പേർട്ട് ആണല്ലേടാ. 16 10/16 ചെറുതാക്കാൻ പോകുന്നു. 10ഉം 16ഉം ഈ 2 പേരും എന്തിന്റെ ഗുണന പട്ടികയിൽ വരുന്നതാണ്? 2ന്റെ അല്ലെ. 2 × 5 ആണ് 10. 2 × 8 ആണ് 16.
മേളിലും താഴെയും ആര് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്? 2. അപ്പൊ മേലും താഴെയുമുള്ള 2നെ ഞാൻ അങ്ങ് കട്ട് ചെയ്തു. ബാക്കി വന്നിരിക്കുന്നത് 5/8. സെറ്റാണോ? ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇതാ നോക്കിക്കേ, വരക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു അല്ലെ? വരക്കുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റാനും നേരെ തിരിച്ചും ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് അവനെ മാറ്റാനും പഠിച്ചു അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞു മോർ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നിങ്ങൾ തെറ്റിക്കരുതിട്ടോ. ചെറുതാണ്, സിമ്പിൾ ആണെന്ന് കരുതിയിട്ട് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി തെറ്റിക്കരുത്. ശ്രദ്ധിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് മോർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മോർ ക്വസ്റ്റ്യന്റെ സെക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾക്ക് അടുത്ത ആഴ്ച അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവരും കൂടെ ഉണ്ട്. എന്തുണ്ടെങ്കിലും നന്നായി തന്നെ പഠിച്ച് മുന്നേറുക. ആൻഡ് കിട്ടാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, കാണാപ്പാടം പഠിക്കരുത്, മനസ്സിലാക്കി എഴുതി പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആഴ്ച കാണാം അല്ലെ? അപ്പൊ എല്ലാവരും പോയി നല്ല ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് പഠിച്ച് സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.